മുമ്പൊരു പ്രോഗ്രാം ഇവർ കൊണ്ടുവന്നത് ഫേക്ക് ആയിരുന്നു. ഇതൊന്ന് ചെക്ക് ചെയ്യാൻ കൂടിയാ നിങ്ങളൊക്കെ വിളിച്ചു വരുത്തിയത്. ആ പണി അന്നത്തോടെ നിർത്തി സാർ. ഇത് യഥാർത്ഥ സംഭവ. ഞങ്ങൾ കഷ്ടപ്പെട്ട് അവരുടെ താവളത്തിൽ പോയി എടുത്തതാ. ആ, നിങ്ങൾ കണ്ടിട്ട് ഒപ്പീനിയൻ പറയണം. കണ്ട, നമ്മൾ നല്ലൊരു പ്രോഗ്രാം ചെയ്തപ്പോ അവൾക്ക് സഹിക്കണില്ല. പെണ്ണല്ലേ. എനിവേ, ഇറ്റ്സ് എ ഗുഡ് പ്രോഗ്രാം. എന്റെ അഭിനന്ദനങ്ങൾ. താങ്ക് യു സർ. താങ്ക് യു സർ. സ്വയം ചിലത് നിശ്ചയിച്ചുറപ്പിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ അത് ഇത്രയ്ക്ക് ക്രൂരാവെന്ന് ഞാൻ കരുതിയില്ല. അതിനെന്തുണ്ടായി ഇപ്പോ? ഒന്നും അറിയാത്ത പോലെ നടിക്കണ്ട. സജി ചെയ്ത ആ പ്രോഗ്രാമിൽ ആളെ അറിയില്ലേ? ഇല്ല. എന്റെ റോബിച്ചായന അത്. ഒരുപാട് കാലം പുറത്ത് അലഞ്ഞു തിരിഞ്ഞ് കഷ്ടപ്പെട്ട് ഇപ്പൊ തിരിച്ചു വന്നതാ. അച്ചായനെ പിടിച്ച് അതിനിടയിൽ ഇടണ്ടായിരുന്നു. ഞാൻ പിടിച്ചിട്ടതാണോ? മായയുടെ ഇച്ചായം വന്നത് ഞാൻ അറിഞ്ഞു പോലും ഇല്ല. ആരെങ്കിലും പറഞ്ഞു എന്നോട്? അതെങ്ങനെ? ഇപ്പൊ കണ്ട മിണ്ടാറ് പോലും ഇല്ലല്ലോ. അത്രയ്ക്ക് അകന്നില്ലേ നമ്മള്? അതിനുള്ള ശിക്ഷയാണോ ഇപ്പൊ ഈ പ്രോഗ്രാം? എടോ, വാസ്തവത്തിൽ ഞാൻ അറിഞ്ഞതല്ല അത് തന്റെ ഇച്ചായനാണെന്ന്. അറിഞ്ഞോ അറിയാതെയോ എന്നറിയില്ല, പക്ഷെ സത്യം അതാ. അയാൾ എങ്ങനെയാ മയക്കുമരുന്ന് കമ്പനി ചെന്ന് പെട്ടത്? അതെനിക്കറിയില്ല, പക്ഷെ ആ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്ത കുഴപ്പമാണ്. ഇങ്ങനെ ഒരു റാക്കറ്റിൽ റോബിച്ചാൻ ചെന്ന് പെട്ടത് എങ്ങനെയാന്നാ. ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്? അത് ടെലികാസ്റ്റ് ചെയ്യരുത്. ചെയ്താ തകരുന്നത് റോബിച്ചായി മാത്രമല്ല, ഞാനും മമ്മിയും ആനി ചേച്ചിയും ഒക്കെയാ. അയ്യോ, അത് ജീവനെ ഏൽപ്പിച്ചു കഴിഞ്ഞല്ലോ. ഞാൻ തിരിച്ചു വാങ്ങിക്കൂടെ? അറിയില്ല, തരുമോന്ന്. ഇത്രയെങ്കിലും ഒരു ഉപകാരം എനിക്ക് വേണ്ടി ചെയ്തൂടെ സജിക്ക്? അത് വിഡ്രോ ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ? അത്രേ ഉള്ളൂ. സജി ആത്മാർത്ഥമായി ശ്രമിച്ചാലേ അതിന് കഴിയൂ. ശരി, ഞാൻ പറഞ്ഞോളാം, പറഞ്ഞു തടഞ്ഞോളാം. പോരെ? ആ പ്രോഗ്രാം ചെയ്യുമ്പോൾ ഞാൻ അറിഞ്ഞിരുന്നില്ല. ഇപ്പോഴാ അറിയുന്നത് അതിന്റെ ഒരു അടുത്ത സുഹൃത്തിന്റെ ചേട്ടനാണെന്ന്. അതിനെന്താ, പ്രോഗ്രാം ഈസ് ഫാന്റാസ്റ്റിക്. ഇതുപോലുള്ള പ്രോഗ്രാമാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. സർ, അത് ടെലികാസ്റ്റ് ചെയ്തെന്ന് പറയാനാ ഞാൻ വന്നത്. വാട്ട് ഫൂളിഷ്നെസ് സജി. ഇത്തരം കാര്യങ്ങളൊന്നും ഒരു മീഡിയ പ്രവർത്തകൻ സെന്റിമെന്റൽ ആവാൻ പാടില്ല. പ്രോഗ്രാം ജെനുവിൻ ആണല്ലോ. ജെനുവിനൊക്കെ തന്നെയാ, പക്ഷേ എന്റെ ഫ്രണ്ടിന്റെ ചേട്ടനായതുകൊണ്ടാ. തന്റെ ഫ്രണ്ടിന്റെ ചേട്ടൻ അല്ലെങ്കിൽ മറ്റൊരാളുടെ ഫ്രണ്ടിന്റെ ചേട്ടനാവും. ആരെങ്കിലും ആരുടെയെങ്കിലും ഒക്കെ ചേട്ടനോ അനിയനോ മകനോ ഒക്കെ ആവണമല്ലോ. സർ പ്ലീസ്, അത് ടെലികാസ്റ്റ് ചെയ്താൽ ആകെ കുഴപ്പാ. നോക്കട്ടെ, എനിക്ക് മാത്രമായി ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പ്രോഗ്രാം പ്രിവി കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിക്കട്ടെ. എങ്ങനെയെങ്കിലും സാറ് സ്റ്റോപ്പ് ചെയ്യണം. ലെറ്റ് മീ സീ, ഐ വിൽ ഡു വാട്ട് ഐ ക്യാൻ. വാക്ക് തന്നിട്ടുണ്ട് എനിക്ക് സജി, അത് ടെലികാസ്റ്റ് ചെയ്യില്ലാന്ന്. വാക്ക് അല്ലേ? ആണുങ്ങളുടെ വാക്കും പഴയ ചാക്കുന്ന ഒരു പ്രയോഗമുണ്ട് ഇപ്പോഴും ഞങ്ങളുടെ ദേശത്ത്. റോബിച്ചാൻ സ്വതവേ വളരെ സെൻസിറ്റീവാ. എന്തെങ്കിലും ചെറിയ കാര്യം മതി ആളാകെ അപ്സെറ്റ് ആവാൻ. മയക്കുമരുന്ന് റാക്കറ്റിൽ പെട്ടുവെന്ന് 4 ആളറിഞ്ഞാ. അതുകൊണ്ടാ ഞാൻ സജിയോട് അത്ര കാര്യമായിട്ട് പറഞ്ഞത്. മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരെക്കാൾ ശിക്ഷ അർഹിക്കുന്നത് ഇതിങ്ങനെ പ്രചരിപ്പിക്കുന്നവരാണ്. റോയൽ ടിവിക്ക് വേണ്ടി സജിൻ ഫിലിം. കണ്ടില്ലേ കാമുകന്റെ ആത്മാർത്ഥത? ഇപ്പൊ പറയാൻ കഴിയോ മായക്ക് ഇത് മനഃപൂർവ്വമല്ലാന്ന്? മായ വിചാരിച്ചിട്ടുണ്ടാവുക ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്താവുന്ന. താനെന്തോ സീരിയസ് ആയിട്ട് പറയാൻ പോവാ? എന്നാ ഞാൻ ഈ സാധനം ഒന്ന് വിഴുങ്ങിക്കോട്ടെ. പറ. അത്രയ്ക്ക് കാര്യമായി മായ എന്നോട് പറഞ്ഞതാ അത് ടെലികാസ്റ്റ് ചെയ്യില്ലെന്ന്. അതിന് മാത്രം ഇപ്പൊ എന്താ ഉണ്ടായേ? ചേട്ടാ, ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. ചേട്ടനോടാവുമ്പോ. പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറ. റോയൽ ടിവിയിൽ മറ്റാർക്കും ഇത് അറിയില്ല. അറിയാതിരിക്കാൻ ഞങ്ങൾ ഇത്രയും കാലം ശ്രമിക്കുകയായിരുന്നു. ഞാനും മായയും തമ്മില് സ്നേഹത്തിലാണ്. ആഹാ, അങ്ങനെ വഴിക്ക് വാ. ഒരു സൂചന എനിക്ക് നേരത്തെ കിട്ടിയതാ. വാല് പൊക്കണ കാളയെ കണ്ടില്ലെന്ന് നടിച്ചെന്നേ ഉള്ളൂ. അവളെ ഫേസ് ചെയ്യാൻ വയ്യ എനിക്കിപ്പോ ഈ പ്രോഗ്രാം കാരണം. മായയോടും മായയുടെ ഇച്ചായനോടും പറഞ്ഞാലേ എനിക്കൊരു സമാധാനം കിട്ടും.
അത് നേരിട്ട് പറയാൻ ഇത്തിരി മടി ഉണ്ടാവൂല്ലേ? ഞാൻ പറയാം. നമ്മൾ രണ്ടും കൂടിയാണല്ലോ ഈ പ്രോഗ്രാം ഉണ്ടാക്കിയത്. നുണയൊന്നുമല്ലല്ലോ. നമ്മൾ അയാളെ അവിടെ വെച്ച് കണ്ടതുമാണ്. നേരാണോ നുണയാണോ എന്നതല്ല പ്രശ്നം. മായയുടെ റിക്വസ്റ്റ് ഞാൻ മാനിച്ചില്ല എന്നുള്ളതാ. അതാ ഇപ്പൊ എന്നെ വിഷമിപ്പിക്കുന്നത്. തന്നെ കൊണ്ടാവുന്നത് താൻ ചെയ്തു. പോട്ടെ, കുറ്റബോധം ഉണ്ടെങ്കിൽ നേരിട്ട് ചെന്ന് പറയണം. അത്രയല്ലേ ഉള്ളൂ. വേണമെങ്കിൽ ഞാനും വരാം. ഞാൻ ഇപ്പൊ വരാം. സാറേ 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 സാർ സാറേ സാർ സാറല്ലടോ, സീസർ, ജൂലിയസ് സീസർ. നീ ആരാ? ഞാനൊരു പിച്ചക്കാരൻ. എന്ത്? സീസറിന്റെ സാമ്രാജ്യത്തിൽ പിച്ചക്കാരനോ? പറയൂ, എന്താണ് നിനക്ക് വേണ്ടത്? നാം പകുതി രാജ്യം തരട്ടെ. രാജ്യം വേണ്ട. പിന്നെ എന്താ വേണ്ടത്? പറഞ്ഞോളൂ. ഉടുക്കാൻ ഒരു തുണി കിട്ടിയാൽ മതിയായിരുന്നു. നമ്മുടെ അംഗവസ്ത്രം മതിയോ നിനക്ക്? പറഞ്ഞോളൂ. മതി. ഇത് മാത്രമായിട്ട് കിട്ടിയിട്ട് ഒരു കാര്യമില്ല. മടിക്കാതെ അതുകൂടി ഒരുക്കാം. ഇതൂടെ. ഓ, ഇതില്ലേ നിനക്ക്? ഓ, നീ എന്നെ പിച്ചക്കാരനാക്കാൻ നോക്ക. കുറച്ചു മറ എനിക്ക് കൂടി ഇരിക്കില്ല. വരൂ കാൽപോണിയ, വരൂ. കാൽപോണിയ കാര്യായോ റോമൻ ഗുരുവായൂരപ്പ? കാൽപോണിയ, തോഴിമാർ ആരുമില്ല ഇവിടെ? ആരവിടെ? എടോ കാവൽപെടാ, നമ്മുടെ മുന്നിലേക്ക് വരൂ. മേട്ടന്റെ റൂമിൽ ആര്? കാൽപോണിയ, 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 ആരാണ് അവിടെ? റോമ ചക്രവർത്തിയുടെ ഉപ്പും ചോറും തിന്നു കിടക്കുന്ന ഒരു കാവൽപടൻ നമ്മോട് ചോദിക്കുന്നു, ആരടാ അവിടെന്ന്? ഞാൻ സീസറാടാ. നീ സീസർ ആണെങ്കിൽ ഞാൻ വാച്ചറാടാ. എന്നാ പിടിച്ചോടാ. എന്നാ നീ പിടിച്ചോ. എന്റെ ഗുരുവായൂരപ്പാ. എന്താ നിങ്ങളെ? എന്താ പേര്? താനാരാ? പോലീസാ? ആരാണോ താൻ? ഞാനെങ്ങനെ ഇവിടെ എത്തി? താൻ എങ്ങനെ എത്തിയെന്നോ? അത് പോലീസുകാരും അറിയാം. തങ്ങളെ കുറച്ചു മുമ്പ് താൻ എന്താ വിളിച്ചത്? കാൽപോണിയെന്നോ? മോഷണം നടത്താൻ കയറിയത് കൈയോടെ പിടിച്ചപ്പം പെങ്ങളായല്ലേ? സത്യമായിട്ട് ഞാൻ മായയെ കാണാൻ വന്നതാ, അല്ലാതെ എനിക്കൊന്നും അറിയില്ല. നോക്കി നിൽക്കുന്ന താൻ ഇയാളെ പിടിച്ചോണ്ട് വാടോ. നടക്കണോ പോലീസേട്ടാ, ഞാൻ ക്യാമറമാൻ എന്നൊരു പ്രാവശ്യം ഞാൻ പറഞ്ഞു. ഇതാരാ പുതിയ അവതാരം? ഞാൻ മായയെ കാണാൻ വന്നതാ. ഇതെന്താ എല്ലാരും കൂടി മായ കാണാൻ? പ്ലീസ് മാഡം, എന്താ ഉണ്ടായേ? തന്റെ ആരാ ഇയാള്? എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളാണ്. ഇയാൾ ഇവിടെ വന്ന് എന്താ കാണിച്ചെന്ന് തനിക്കറിയോ? സോറി മാഡം, പുള്ളി അല്പം മദ്യപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അതെ, അങ്ങനെ എനിക്കൊരു ചെറിയ കുഴപ്പമുണ്ട്. അത് പറയാൻ ഞാൻ വിട്ടുപോയി. സീസർ മദ്യം കഴിച്ചാൽ ഞാൻ സീസറാവും, നീഗ്രോ കഴിച്ചാൽ ഞാൻ നീഗ്രോ ആവും, കല്യാണി കഴിച്ചാൽ ഞാൻ കല്യാണി ആവും. അങ്ങനെയല്ലേ കുട്ടി? ഇപ്പൊ വിശ്വാസമായില്ലേ? നിങ്ങൾ ന്യായീകരണമൊന്നും എനിക്ക് കേൾക്കണ്ട. നിങ്ങൾ ഏത് തരക്കാരാണെന്ന് എന്താ നിങ്ങളുടെ ഉദ്ദേശമൊന്നും ഞങ്ങൾക്ക് അറിയില്ലല്ലോ. എന്താ മാഡം? എന്താന്നോ? തന്റെ ആരാ ഇവര്? എന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരാ. ഇവരെന്തിനാ ഇവിടെ വന്നത്? അതെനിക്കറിയില്ല. തന്നെ കാണാനെന്ന് പറഞ്ഞ ഇവരോട് വന്നത്. ഇയാൾ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെന്ന് തനിക്കറിയോ? മായയെ കണ്ട് മാപ്പ് പറയാനാ ഞാൻ വന്നേ. ഒരു മാപ്പ് പറഞ്ഞ് എനിക്ക് എന്റെ കുടുംബത്തിനുണ്ടായ മാനക്കേട് മാറുമോ? തൃപ്തിയായാലും ഇപ്പൊ രണ്ടാക്കും. മായ, ആ പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്തിരിക്കാൻ ഞാൻ വേണ്ട, മാക്സിമം. കൂടുതൽ വിശദീകരണം വേണ്ട. ഇത്രയൊക്കെ ചെയ്തത് പോരെ. ഇനി ഇവിടെ സ്വസ്ഥത തരില്ലെന്നാണോ? പ്ലീസ് അജി, ഇനി എന്നെ ഉപദ്രവിക്കരുത്. ചെയ്ത ഉപകാരത്തിനൊക്കെ നന്ദി.
ഗോപിയുടെ മറ്റും കടം വീട് വിറ്റെങ്കിലും തീർക്കാമെന്ന് വെക്കാം.